നമസ്കാരം. ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ അജിത് കുമാറിൻ്റെ വിഷയങ്ങൾ പലപ്പോഴും വാർത്തകളായി നിറയുമ്പോൾ പിണറായിക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ ADGP പദവിയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റുമ്പോൾ തൽസ്ഥാനത്തേക്ക് എത്തേണ്ടത് ആരാണ്? അത് മനോജ് എബ്രഹാം ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ADGP ആയിട്ടുള്ള H. വെങ്കടേഷ് ഇവരായിരിക്കും അതിനകത്തേക്ക് എത്തേണ്ടത്. അപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP ആക്കാൻ പക്ഷേ മനോജ് എബ്രഹാമിന് താല്പര്യക്കുറവുണ്ട്. എന്തുകൊണ്ട്? ഒരു വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ആ പശ്ചാത്തലത്തിൽ ഈ പദവിയിലേക്ക് വരുന്നത് തലവേദനയാകുമെന്ന് തന്നെയാണ് മനോജ് എബ്രഹാമിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് അദ്ദേഹം വരാത്തത്. RSS നേതാക്കളുടെ കൂടിക്കാഴ്ച പശ്ചാത്തലത്തിൽ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. മാറ്റാൻ പോവുകയാണ്. ഇന്ന് മാറ്റും, ഇന്നല്ലെങ്കിൽ അടുത്ത വരും ദിവസങ്ങളിൽ മാറ്റും. ചെയ്തേ പറ്റൂ. ഇതിനപ്പുറം ഒന്നും മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ കഴിയില്ല. പോലീസിന് പുറത്ത് അജിത് കുമാറിന് സുരക്ഷിത താവളം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും ബറ്റാലിയൻ ADGP-ആയി അജിത് കുമാറിനെ തുടരുവാനുള്ള സാധ്യത കൂടി ചിലപ്പോൾ മുഖ്യമന്ത്രി അനുവദിച്ചേക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇൻ്റലിജൻസിൻ്റെ മേധാവിയായിട്ടുള്ള മനോജ് എബ്രഹാം, പോലീസ് ആസ്ഥാനം ADGP-ആയിട്ടുള്ള S. ശ്രീജിത്ത്, ക്രൈംബ്രാഞ്ചിൻ്റെ മേധാവിയായിട്ടുള്ള H. വെങ്കടേഷ്, KPയുടെ ചുമതലയുള്ള P. വിജയൻ എന്നിവരാണ് അജിത് കുമാറിന് പുറമെ കേരള പോലീസിലെ ADGP റാങ്കിലുള്ള IPS-കാരെന്ന് പറയുന്നത്. ഇവരിൽ നമുക്കറിയാം മനോജ് എബ്രഹാമിനെ ക്രമസമാധാന ചുമതലയിൽ നിയമിക്കുവാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. എന്നാൽ രാഷ്ട്രീയ വിവാദങ്ങളിൽ പോലീസ് പെട്ട് ഉഴലുമ്പോൾ ആ പദവി വേണ്ട എന്നതാണ് മനോജ് എബ്രഹാമിൻ്റെ വാദം. H. വെങ്കടേഷിനും സാധ്യതയേറെയാണ്. സർക്കാരിന് കൂടുതൽ താല്പര്യം പക്ഷേ വെങ്കടേഷിലാണ്. നിലവിലെ ADGP-മാരെല്ലാം സ്വന്തം നിലയിൽ തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആരുടെയും രാഷ്ട്രീയ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല. ഇതും സർക്കാരിനെ പല വിധത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP പദവി പോലും വേണ്ടെന്ന് വെക്കുന്നതും ആലോചനയിലുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം അല്ലെങ്കിൽ അധികാര കേന്ദ്രം എന്ന് പറയപ്പെടുന്ന പോലീസ് മേധാവിയായി മാറും. ADGP പദവികളൊന്നും നിലവിൽ ഇനി വേണ്ട, താൽക്കാലികമായി നിർത്തലാക്കാമെന്ന് വിചാരിച്ചാൽ പദവി മുഴുവനും സമ്പൂർണ്ണ അധികാരം എന്ന് പറയപ്പെടുന്ന DGP-യിലേക്ക് കേന്ദ്രീകരിക്കും. പോലീസിൽ ചില ഭിന്നതകൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഞാൻ ചില വാർത്തകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. IPS-കാർക്കിടയിൽ വരെ അങ്ങനെ ഭിന്നതയുണ്ട്. അപ്പോൾ പോലീസ് മേധാവിയാകാനുള്ള ഉന്നത IPS-കാരുടെ നീക്കങ്ങളാണ് ഈ ഭിന്നതയ്ക്ക് കാരണമെന്നുള്ളതാണ്. ഇവിടെ ADGP MR അജിത് കുമാർ എന്തുകൊണ്ടാണ് RSS നേതൃത്വവുമായി അടുത്തത്? ഇതിനു വേണ്ടിയാണ്. അതായത് പോലീസ് മേധാവി ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അജിത് കുമാറിനെ പോലെ തന്നെ പലരും ഈ കസേര ആഗ്രഹിക്കുന്നവരുണ്ട്. ഇവരെല്ലാവരും വിവാദങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിഗമനം എന്ന് പറയപ്പെടുന്നത്. ഇടത് സർക്കാരുമായി അടുപ്പമുണ്ടായിരുന്ന ടോമിൻ തഞ്ചങ്കേരിക്കുണ്ടായ അതേ സംഭവങ്ങൾ തനിക്ക് സംഭവിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ സഹപാഠി കൂടിയായിട്ടുള്ള ഉന്നത RSS നേതാവായിട്ടുള്ള ജയകുമാറുമായി ചേർന്ന് നിന്നുകൊണ്ട് ചില നീക്കങ്ങളൊക്കെ നടത്തി RSS നേതാക്കളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. അതായത് ADGP-യിൽ നിന്ന് DGP-യിലേക്ക് എത്തണമെങ്കിൽ കേന്ദ്രഭരണത്തെ നിയന്ത്രിക്കുന്ന RSS-ൻ്റെ പിന്തുണ അനിവാര്യതയാണ്. അതുകൊണ്ടാണ് ADGP എന്ത് ചെയ്തത്? ഈ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. അപ്പോൾ ഇവിടെ 2025 ജൂലൈയിൽ നിലവിലെ പോലീസ് മേധാവി ഒഴിയുമ്പോൾ കേന്ദ്രം നൽകുന്ന 3 പേരുടെ പട്ടികയിൽ ഒഴിവാക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് MR അജിത് കുമാർ നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. അടുത്ത ജനുവരി മാസമാകുമ്പോൾ DGP-ആയിട്ടുള്ള സജീവ് കുമാർ പട്ജോഷി വിരമിക്കുമ്പോൾ ADGP-ആയിട്ടുള്ള മനോജ് എബ്രഹാമും ഏപ്രിലിൽ DGP-K. പത്മകുമാർ വിരമിക്കുമ്പോൾ MR അജിത് കുമാറും DGP കേഡറിലേക്ക് എത്തുകയാണ്. ഇതോടുകൂടി ഇവർക്ക് എന്തായിരിക്കും? പോലീസ് മേധാവിയാകാൻ കഴിയും, ഇവരിൽ ആരെങ്കിലും ഒരാൾക്ക്. അപ്പോൾ അങ്ങനെ TK വിനോദ് കുമാർ വിരമിച്ച ഒഴിവിൽ വിജിലൻസ് മേധാവിയായിട്ടുള്ള യോഗേഷ് ഗുപ്ത DGP തസ്തികയിൽ എത്തിയിട്ടുണ്ട്. മനോജ് എബ്രഹാമിനും യോഗേഷ് ഗുപ്തയ്ക്കും അജിത് കുമാറിനേക്കാൾ ഇപ്പോൾ സർവീസുമുണ്ട്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അജിത് കുമാറിൻ്റെ RSS നീക്കം. ഇവർക്ക് മുമ്പ് പോലീസ് മേധാവി ആയില്ലെങ്കിൽ അതിനുള്ള സാധ്യത കുറയുമെന്ന് അജിത് കുമാർ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു എടുത്തുചാട്ടം. അതിനാൽ അടുത്ത ടൈമിൽ പോലീസ് മേധാവി ആകുകയാണ് MR അജിത് കുമാറിൻ്റെ ലക്ഷ്യമായിരുന്നത്. മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനാണല്ലോ ഈ അജിത് കുമാർ എന്ന് പറയപ്പെടുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പണ്ട് കരുണാകരന് രമൺ ശ്രീവാസ്തവ എങ്ങനെയായിരുന്നു, അതുപോലെയാണ് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് വളരെ വിശ്വസ്തനാണ് അജിത് കുമാർ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര പട്ടികയിലെത്തിയാൽ കേരളത്തിൽ കാര്യം എളുപ്പമാകും. 30 വർഷം പൂർത്തിയാക്കിയവരുടെ പട്ടികയാണ് പോലീസ് മേധാവി നിയമനത്തിനായിട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുക. 6 മാസത്തിൽ കൂടുതൽ സർവീസ് ശേഷിക്കുകയോ വേണം. അതുമാത്രമല്ല 3 പേരെ UPSC അപ്പോൾ ശുപാർശ ചെയ്യും. ഇതിലൊരാളെ കേരള സർക്കാരിന് നിയമിക്കുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ 2 തവണയും ഈ സീനിയോറിറ്റിയൊക്കെ മറികടന്നുകൊണ്ടുള്ള നിയമനമാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ അജിത് കുമാറിന് കേന്ദ്ര പട്ടികയിൽ എത്തിയാൽ DGP ആക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിണറായി വിജയൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാധ്യതകളെയാണ് നിലവിലെ വിവാദങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. ഇനി അജിത് കുമാറിന് പോലീസ് മേധാവിയാകണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതായത് RSS കൂടിക്കാഴ്ചയിൽ അജിത് കുമാറിനെതിരെ ഭരണകക്ഷിയിലെ രണ്ടാമനായിട്ടുള്ള CPI എടുത്ത നിലപാട് ഇതിന് കാരണമായിട്ട് നമുക്ക് പറയാം.
തൃശ്ശൂർ പൂരം കലക്കലിലും അജിത് കുമാറിന് പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് CPI. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനി ക്രമസമാധാന ചുമതലയിലുള്ള ADGPക്ക് ഉത്തരവാദിത്തങ്ങൾ പലതാണ്. ഇത് വിവാദങ്ങൾക്ക് വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ ഈ പദവിയിലിരിക്കുന്നവർ ഭാവിയിൽ പോലീസ് മേധാവിയാകണമെങ്കിൽ ഓരോ ചുവടും സൂക്ഷിച്ചു വയ്ക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കണ്ണിലെ കരടുമാകും ഇവർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭരണമാറ്റം വരുമ്പോൾ ഇതും പ്രശ്നമായി മാറും. ഇതാണ് ക്രമസമാധാന ചുമതലയിൽ വരാൻ മനോജ് എബ്രഹാമിനെ പോലുള്ള ബുദ്ധിമാന്മാരായ പോലീസുകാർ മടിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ മടിപ്പിക്കുന്നതെന്ന് പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2026 ആകുമ്പോൾ അവരുടെ ഭരണമൊക്കെ അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മനോജ് എബ്രഹാമിനെ പോലുള്ള പോലീസുകാർ. അത് കഴിയുമ്പോൾ കോൺഗ്രസ്സുകാരായിരിക്കും ഭരണത്തിലേക്ക് വരിക. അപ്പോൾ DGP പദവിയിലേക്ക് എത്താൻ വളരെ എളുപ്പമായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന മനോജ് എബ്രഹാമിന് പക്ഷേ അത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം കോൺഗ്രസും UDFും വിജയിച്ചാൽ മാത്രമല്ലേ അവരുടെ മുന്നണി ഇവിടെ അധികാരത്തിൽ വരൂ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആരാണ് അധികാരത്തിൽ വരുന്നത് എന്നറിയുവാൻ കാത്തിരിക്കുന്ന കേരളത്തിലെ ജനതയ്ക്ക് ഒന്നുറപ്പിക്കാം, ഒരു വട്ടം കൂടി ചിലപ്പോൾ ഈ പിണറായിയുടെ സർക്കാർ തന്നെ അധികാരത്തിൽ വന്നേക്കാം.